ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ എന്തെല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം. അപ്പം നമുക്ക് വിരുന്നാരൊക്കെ ഉണ്ട് കേട്ടോ. ഇമ്മൂട്ടിയും കുട്ടികളും ഉണ്ട്, പിന്നെ അതേപോലെ ഉമ്മച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മച്ചി പറയുന്നത് ഉമ്മാൻ്റെ അമ്മ കേട്ടോ. അപ്പം ഉമ്മാൻ്റെ അമ്മയും ഇമ്മൂട്ടിയും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വിരുന്ന് അങ്ങനെ ഞങ്ങളിങ്ങനെ ഫുള്ള് വർത്താനം ചെറിയും കളിക്കുകയും കേട്ടോ. വിരുന്നാരെ വന്നാൽ പിന്നെ ഒഴിവുണ്ടാവില്ല, ഫുള്ള് വർത്താനം ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുക, ഞാൻ സോഫയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, തട്ടൊന്നും ഇട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് വിരുന്നാർ വരുന്നത്. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പൊണ്ണൂൻ്റെ നാത്തൂനും അളിയനും കൂടി വന്നിട്ടോ. തീരെ വിചാരിച്ചിട്ടില്ല. ഞാൻ ഇവല് അകത്തേക്ക് കയറി വാതിൽ തുറന്നിട്ടിക്കണ്, മലത്തിട്ടിക്കണ്. ഞാൻ സോഫയിൽ കുത്തിരിക്കുന്നുണ്ട്, ഓലൊക്കെ അടുക്കളയിലും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇരിക്കും പോലും വന്നവിടെ കയറി പെട്ടോ. തീരെ ഒരു അറിഞ്ഞതൊന്നും ഇല്ലേന് കേട്ടോ. അപ്പോൾ വന്നപ്പോഴാട്ടോ കാണുന്നത്. അപ്പം പിന്നെ വേഗം ഞാൻ പാഞ്ഞിട്ടുള്ളത് പാഞ്ഞ് ഇമ്മാനെ വിളിച്ചോണ്ടെന്ന് അങ്ങനെ പിന്നെ പൊണ്ണൂനോടും പറഞ്ഞ് പിന്നെ അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു വിരുന്നാരായിട്ട് വന്നിട്ടോ. തീരെ വിചാരിക്കാതെ പിന്നെ തട്ടിക്കൂട്ടിയിട്ട് പിന്നെ എന്താ ചായക്കടി ഉണ്ടാക്കിയതൊക്കെ ഒരു സ്പീഡേന് കേട്ടോ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് വെച്ചാൽ തിരക്കുകൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തിന്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ജ്യൂസൊക്കെ അടിച്ചിട്ടോ. അപ്പോൾ ജ്യൂസ് അടിച്ചപ്പോഴത്തേനും ഉമ്മൂട്ടി അത് അരിയൊക്കെ അരക്കാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. ഓല കണ്ടപ്പോൾ തന്നെ ഓൾ അരിയൊക്കെ അരക്കാൻ തുടങ്ങിയിരിക്കണ്. അപ്പം ഞാൻ വേഗം ജ്യൂസ് അടിച്ച് പിന്നെ ഉമ്മച്ചി കൊണ്ടുപോയി കൊടുത്തുട്ടോ. പിന്നെ ജ്യൂസ് അടിച്ച വേക്കിൽ തന്നെ ഓളോള അരി അരച്ച് മാവാക്കിയിരിക്കണം. അപ്പോൾ ഞാനിതാ ബ്രെഡ് പൊരി ഓള് നെയ്യപ്പം പൊരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരക്കിട്ട് ചെയ്യാട്ടോ. കാരണം ആവും വേണമല്ലോ. ഈ നെയ്യപ്പം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാവ് അടിച്ച് കുറച്ച് നേരം വെക്കുകയൊക്കെ വേണമല്ലോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വെക്കാനൊന്നും സമയമില്ല, മാവ് അടിച്ചപ്പനെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതാക്കണി ഞാനെൻ്റെ ബ്രെഡ് പൊരിക്കലും തുടങ്ങി. ഇങ്ങോട്ട് ഓക്ക് അവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെ ഗ്യാസ് ഇങ്ങനെ തിരിച്ചട്ടിനിയത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും നിൽക്കാൻ കഴിയണില്ല. അപ്പോൾ നേരെ ഞങ്ങൾ അടുപ്പിൻ്റെ മുകൾക്ക് ഗ്യാസിനെ മാറ്റിയിട്ട് വന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾ ഇതാ നെയ്യപ്പം ചുട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മാവ് അടിച്ച് ഉണ്ടാക്കിയതാകുമ്പോൾ നെയ്യപ്പം നന്നാവില്ല. പക്ഷെ ഇത് എല്ലാം അടിപൊളിയായി നന്നായിക്കണം കേട്ടോ. പിന്നെ ഇതാക്കണ അടുപ്പ് ഓഫാക്കണില്ല കേട്ടോ, തീ അപ്പോൾ തന്നെ ബാക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് ബാക്കി ഇനി മുട്ടുണ്ട് മസാല ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളതൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടോ. എന്നാൽ പിന്നെ വേഗം അതാണ് ചട്ടി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ സാധനമൊക്കെ ആയി. പിന്നെ സാധനമൊക്കെ ഞാൻ പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കിയൊക്കെ വെച്ച്. അപ്പോൾ ഉമ്മൂട്ടിയാണെങ്കിൽ നെയ്യപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ട് കുറച്ച് മാവ് ഇങ്ങനെ പാത്രത്തേക്ക് എടുത്തുക്കാണ്ടാട്ടോ ചൂടുന്നത്. ബാക്കി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചൂടാന്ന് പറഞ്ഞാണ്ട് വിൽക്കുള്ളത് ഇപ്പോൾ ചൂടാന്ന് പറഞ്ഞിക്കാണ്ട് അങ്ങനെ ചൂട് കേട്ടോ. അപ്പോൾ നെയ്യപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിട്ടോ. നല്ല ടേസ്റ്റുള്ള നെയ്യപ്പം കേട്ടോ. പിന്നെ കുറച്ച് മാവ് ഞങ്ങൾ എടുത്ത് വെച്ചിന് പിറ്റേന്നാട്ടോ. കുറേ മാവ് ഉണ്ടായിന് പിറ്റേന്നാ ചുട്ടിനത്. അടിപൊളിയാണ് കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ. പക്ഷേ ഞാൻ വോയിസ് ഓവർ കൊടുക്കണതും ഇടണതും നല്ലോണം വൈകിക്കാണ്ടാട്ടോ. ഒരു 4-5 ദിവസം മുന്നുള്ള വീഡിയോ ആട്ടത്. അപ്പോൾ ഇടുന്നത് ഇപ്പോഴാണ്. പിന്നെ അതാക്കണ ഓൽക്ക് ചായയൊക്കെ കൊടുത്തപ്പോൾ തന്നെ നമ്മളെ അമ്മോൻ്റെ കുട്ടി ഓലൊക്കെ വന്നിട്ടോ. പിന്നെ ഓൽക്കും ചായയൊക്കെ കൊടുത്തു. മുട്ടിൻ്റെ കുട്ടി ഒറ്റയ്ക്കേന് ഇവിടെ ചെക്കന്. അപ്പോൾ ഒറ്റക്കാണ് പറഞ്ഞപ്പോൾ ഓലും വന്നതാട്ടോ. ഓല് ഭയങ്കര കമ്പനിക്കാരാണ്. അപ്പോൾ ഓലും വന്നിനി. അങ്ങനെ ഓൽക്കും ചായയൊക്കെ കൊടുത്തു. പിന്നെ ഓല കുട്ടിയല്ലേ മോളെ? അല്ല, അമ്മായിന്റെ കുട്ടിയാണ്. ഐസമോള് കുട്ടീനെ കൊണ്ടുപോകണേനുള്ള ഒച്ചപ്പാടാട്ടോ അപ്പം ഉണ്ടാക്കിയത്. കുട്ടീനെ ആർക്കും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. ഓളെ കുട്ടിയെന്നാ പറയല്. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടോ. അങ്ങനെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി തട്ടിക്കൂട്ടി ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഓൾക്ക് ചായയൊക്കെ കൊടുത്ത് അങ്ങനെ ഓല് പോയിട്ടോ. പോയപ്പോൾ പിന്നെ ഞങ്ങളൊരു ഇരുത്തങ്ങോട്ട് ഇരുന്ന് കേട്ടോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ. എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ വിരുന്ന് പോണത്, അതേപോലെ വിരുന്ന് നമ്മളോടക്ക് ആരെങ്കിലും വരുന്നത്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. എനിക്ക് പോകാനൊക്കെ ഇഷ്ടമായിട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിരുന്ന് പോകാൻ. നമുക്ക് അങ്ങനെ കുറേ സ്ഥലങ്ങളൊന്നും ഇല്ല വിരുന്ന് പോകാൻ, കുറേ കുടുംബമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ എൻ്റെ കൊടുക്കാരെങ്കിലും വരിക എന്നൊക്കെ പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പം ഓളും കുട്ടികളൊക്കെ വന്നപ്പോൾ ഓലും ഉള്ളതിനോട് ഇന്നലെ വന്നതാട്ടോ. ഓലും ഇന്നലെ വൈകുന്നേരം വന്നതാണ്. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമാണല്ലോ. കുട്ടികളും മക്കളും ഒച്ചപ്പാടും ഇതൊക്കെ ആകുമ്പോൾ നല്ല രസമാണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്നലെയൊക്കെ ഫുള്ള് ഞാൻ വീഡിയോ ഒന്നും ഇന്നലെ ഇന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേന് കേട്ടോ. കാരണം വർത്താനത്തിൽ തന്നെ പിന്നെ
അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പെട്ടെന്ന് ചായയും കടിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഓല് പോയി. ഓല് കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. അവളെ നാത്തൂനും പുതിയാപ്പിളൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഓല് കുറച്ച് നേരം ഇരുന്ന് എന്നിട്ട് പിന്നെ ഓല് പോയിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഐസമ്മ ആണെങ്കിൽ മുറ്റത്ത് തന്നെയാണ് കേട്ടോ. ഓല് വന്നപ്പം ഇവിടെ നല്ല മുറ്റത്ത് കളി. എന്നാൽ ഇവളുണ്ട് അവിടെ മുറ്റത്ത് കളിച്ചിരുന്ന ഓളൊക്കെ പറഞ്ഞതുമില്ല. ഓല് മുറ്റത്ത് കൊണ്ടുവന്ന വണ്ടി നിർത്തിയത് കേട്ടോ. എന്നിട്ടും ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം ഞങ്ങൾ വർത്തമാനത്തിലല്ലേ, ഒരാൾ വന്നാലും അറിയില്ല പോയാലും അറിയില്ല. അതപ്പം നമ്മളെ അവസ്ഥ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല മുറ്റത്ത് കൊണ്ടുവന്ന്. മൂത്തൻ്റെ കാക്കു വന്നിനി എന്നാണ്, മൂത്തൻ്റെ അളിയനാണല്ലോ വന്നത്. അപ്പോൾ ഓള് കണ്ടിക്കണിട്ട് അപ്പോൾ ഓള് വേഗം പിന്നെ കുളിമുറിക്ക് പാഞ്ഞ് എന്നിട്ട് ഓള് മേലൊക്കെ കേകി ഓളൊറ്റക്ക് തന്നെ കേകി കുളിച്ചൊക്കെ വന്നിട്ടോ. ഇപ്പം ഇതാ വീണ്ടും ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായി, മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി. ഇപ്പോൾ വീണ്ടും ഇറങ്ങിക്കണം മണ്ണ് കളിച്ചാൻ. അതാ പോളെ പണിട്ടോ. എപ്പോഴും മണ്ണ് കളിയാണ് പോക്ക്. അതന്നെ ഒരു പണിയാട്ടോ. അവിടെ നിന്ന് പറയുന്നുണ്ട് കേക്ക് ഉണ്ടോയെന്ന് അറിയില്ല, എപ്പോഴും മണ്ണ് കളി തന്നെയാണ് പണി എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് കേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ അയക്കണം കേട്ടോ. വൈകുന്നേരമായി. അപ്പോഴപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത്. എപ്പോഴും ഞാൻ വിചാരിച്ചു അപ്പം തന്നെ വീഡിയോ എടുക്കണം വിചാരിച്ചിനി കേട്ടോ. ഓലൊരു 3:30 ആകുമ്പോഴാട്ടോ വന്നത്. അപ്പം തന്നെ വീഡിയോ എടുക്കണം വിചാരിച്ചിനി, പക്ഷേ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പോയി. പിന്നെ ഞങ്ങൾ വീണ്ടും പിന്നെ ഞങ്ങളെ ചായ കൂടിയായി. ഞങ്ങൾ ചായ അടിച്ചാലും വർത്താനുമായിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടോ. അപ്പോൾ താത്ത എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളുണ്ട്. അപ്പോൾ ഓളായിട്ട് എല്ലാം മണ്ണക്കളി. ഓളിപ്പോൾ അകത്ത് കയറും. ഓളാ നേരത്തെ കയറിയതാട്ടോ. പിന്നെ ഓൾ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഓള് വീണ്ടും ഇറങ്ങിക്കണം. ഒരു ദിവസം എത്ര കൂലി അറിയാം അവൾക്ക്. ഇവിടെ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. വെള്ളം ഇപ്പം ഞങ്ങൾക്ക് വെള്ളമുണ്ട്. പക്ഷേ തോട്ടിൽ വെള്ളം വറ്റിയാൽ നമുക്ക് വെള്ളം പറ്റും കേട്ടോ. ലാസ്റ്റിക്കൊക്കെ തോട്ടിൽ വെള്ളം വറ്റിയാൽ ഞങ്ങൾക്ക് വെള്ളം പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ അതിപ്പോൾ ഫെബ്രുവരിയിലായിട്ടുള്ളൂ. അപ്പോൾ തന്നെ വെള്ളം നല്ലോണം കുറഞ്ഞാണ്. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കും വെള്ളം പറ്റും. അങ്ങനെ സാധാരണ ഉണ്ടാവല് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ദിവസം 3-4 കുളിയാണ് നോക്ക്. ഓളെ തന്നെ ഒറ്റയ്ക്ക് പോയിക്കൊണ്ട് തലയിൽ കൂടെ വെള്ളം പാരില്ലേ, പൈപ്പ് തീർച്ചയായിട്ടും ചോട്ട് പോയി തീർക്കുക. അതൊക്കെയാണ് പോളെ പരിപാടികൾ. പറഞ്ഞിട്ടും കാര്യമില്ല, മൂച്ചിപ്പിരാന്താണല്ലോ സമയം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടേണ്ടി. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.